നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു 6 ഫീറ്റ് നെറ്റിപ്പട്ടം ചെയ്യാൻ ആവശ്യമായ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കിറ്റിൻ്റെ അകത്ത് ഉണ്ട് എന്ന് നോക്കാം. അതുപോലെ തന്നെ 6 ഫീറ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു 6 ഫീറ്റ് നെറ്റിപ്പട്ടം ഉണ്ടാക്കാം. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. അതായത് നമ്മളൊരു 6 ഫീറ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ കിറ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, അതുപോലെ നമുക്ക് കിറ്റ് എവിടെ നിന്ന് വാങ്ങാം, എത്ര രൂപ നമുക്ക് ചിലവാകും, അത് നമുക്ക് എത്ര രൂപയ്ക്ക് 6 ഫീറ്റ് നെറ്റിപ്പട്ടം വിൽക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇത്രയും വലിയൊരു ബോക്സിലാണ് ഈ കൊറിയർ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ കറൻലി വന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ നമുക്ക് കൊറിയർ ചാർജ് ഒക്കെ കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ വരെ കൊറിയർ ഇത് വരേണ്ടത് കൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആണെങ്കിൽ വലിയ കൊറിയർ ചാർജ് വരത്തില്ലായിരിക്കും. ഇത്രയും വലിയൊരു പെട്ടിയാണ് വന്നിട്ട് നമുക്ക് 2 ദിവസം കൊണ്ട് വന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിനി എന്തൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ. ഫസ്റ്റ് തന്നെ നമ്മുടെ കിറ്റിലുണ്ടായിരുന്നത് ഈ ഒരു വെൽവെറ്റ് ക്ലോത്താണ്. ഈ വെൽവെറ്റ് ക്ലോത്താണ് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് വരിക. ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളൊരു ബോർഡർ പോലെ ഉണ്ടല്ലോ, ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പിലായിട്ടൊരു ബോർഡർ പോലെ ഉണ്ട്. അത് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വെൽവെറ്റ് ക്ലോത്താണ്. ഈ വെൽവെറ്റ് ക്ലോത്ത് ഇതെനിക്ക് തോന്നുന്നു മീറ്ററിന് ഒരു 200-ന് മേളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ കിറ്റാൽ അതിന് അനുയോജ്യമായ രീതിയിൽ അവർ കട്ട് ചെയ്ത് നമുക്ക് തരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം. അടുത്തത് ഈ കിറ്റിലുണ്ടായിരുന്നതാണ് നമ്മുടെ ഈ ലൈനിങ് തുണി പോലത്തെ റെഡ് ക്ലോത്ത്. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, കാരണം ഞാൻ നെറ്റിപ്പട്ടം ചെയ്യുമ്പോഴത്തേന് ബാക്കി ഫുള്ളും നമ്മൾ ആ റെഡ് വെൽവെറ്റിൻ്റെ ക്ലോത്ത് തന്നെയാണ് കൊടുക്കാറ്. ഇത് നമ്മളങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല. ഇതെന്തിനാണെന്ന് ഞാൻ ആ മേടിച്ചെടുത്ത് വോയിസ് അയച്ച് ചോദിച്ചിട്ടുണ്ടോ. ഇനി വേറെ ആൾക്കാരൊക്കെ വേറെ രീതിയിൽ ചെയ്യുന്നുണ്ടോ നമുക്കറിയത്തില്ലല്ലോ. അപ്പം അടുത്തത് ഇതാണേ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ത്രെഡും അതുപോലെ തന്നെ ഈ ഒരു ലേസുമാണ്. ഈ ത്രെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അരങ്ങ് കെട്ടാനാണ്. അരങ്ങെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു പാക്കിലൊരു നെറ്റിപ്പട്ടം കണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ആ നൂലുകൾ കണ്ടോ, ആ നൂലുകൾ നമ്മൾ കെട്ടിയെടുക്കുന്ന ഈ ഒരു ത്രെഡിലാണ്. അതുപോലെ തന്നെ ഈ ത്രെഡ് നമുക്ക് വേണമെങ്കിൽ ഇത് ഹാങ് ചെയ്യാനും, അതായത് ഫുൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഹാങ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലേസ്, ഇത് ഗോൾഡൻ ലേസ് ആണ്. ഇത് നമ്മൾ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ പറഞ്ഞല്ലോ റെഡ് വെൽവെറ്റ് കൊണ്ട് നമ്മളിങ്ങനെ കവർ ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മളത് സെറ്റ് ചെയ്യുമല്ലോ, അവിടെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണിത്. ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലേസ് വന്നിരിക്കുന്നത്. ഒരു ഫോം ഷീറ്റുമാണ് വരുന്നത്. ഞാൻ ആ നെറ്റിപ്പട്ടം ചെയ്തിരിക്കുന്നത് ക്യാൻവാസിലാണ്. അത് ഞങ്ങൾ അതിൻ്റെ കിറ്റ് വേറെ ഒരാളുടെ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അയാൾ ക്യാൻവാസ് ആണ് തന്നത്. ഇത് 2.5 ഫീറ്റ് നെറ്റിപ്പട്ടാണ്. നമ്മൾ ടോട്ടൽ ചെയ്ത് വന്നപ്പോഴത്തേന് ഇതൊരു 3 ഫീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഫോം ഷീറ്റിലാണ് നമ്മൾ ആദ്യം പത്ര പേപ്പറിൽ ഷേപ്പ് കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന ഈ ഫോം ഷീറ്റിലാണ്. ഇത് നമ്മൾ 6 ഫീറ്റ് ആണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഫോം ഷീറ്റാണ്. അപ്പോൾ അടുത്തത് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു 6 ഫീറ്റിൻ്റെ ഇത് വരച്ചാണ് കേട്ടോ ഈ ഫോം ഷീറ്റ് തന്നിരിക്കുന്നത്. പക്ഷേ അത് ഭയങ്കര വീതിയാണ്. അതുകൊണ്ട് എനിക്ക് അത്രയും വീതിയിൽ, അതായത് ഭയങ്കര വലിപ്പം വീതിയിലാണ് ആ ഒരു ഷേപ്പ് വരച്ചത്. അപ്പോൾ ഞാനത് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്നുകൂടെ ഒതുക്കി വരയ്ക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഗോൾഡൻ ക്ലോത്ത് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റിപ്പട്ടൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നത്. ആ ഗോൾഡൻ ബീഡ്സ് ഒക്കെ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ, അത് നമ്മൾ ഈ ഒരു ഗോൾഡൻ ക്ലോത്തിലാണ് ഒട്ടിക്കുന്നത്. ചിലർ റെഡ് വെൽവെറ്റിലും ചെയ്യാറുണ്ട്. പക്ഷേ റെഡ് വെൽവെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബീഡ്സ് ഒട്ടിക്കുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു ഇടയ്ക്ക് ഗ്യാപ്പ് വരുമല്ലോ. അപ്പോൾ റെഡ് കളറാകുമ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് നല്ലപോലെ തിരിച്ചറിയാനായിട്ട് പറ്റും റെഡ് കളറാകുമ്പോൾ. പക്ഷേ ഈ ഗോൾഡൻ ആണെങ്കിൽ നമുക്ക് അത്ര ഒരു എടുത്തറിയത്തില്ല അതിൻ്റെ അകത്ത് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ ക്ലോത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിൽവർ നെറ്റിപ്പട്ടം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടോ? സിൽവറും മയിൽപ്പീലിയൊക്കെ യൂസ് ചെയ്ത് നെറ്റിപ്പട്ടം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം സിൽവർ നെറ്റിപ്പട്ടം ആണെങ്കിൽ നമുക്ക് എന്താവും, ഈ ഒരു ഗോൾഡൻ ക്ലോത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് സിൽവർ ക്ലോത്ത് വരും. അതുപോലെ തന്നെ റെഡ് വെൽവെറ്റിൻ്റെ സ്ഥാനത്ത് ബ്ലൂ വെൽവെറ്റും വരുവേ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത്രയും കളർ ത്രെഡ്സാണ്. അപ്പോൾ ഒരു 6 ഫീറ്റ് നെറ്റിപ്പട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ അത്യാവശ്യം നല്ല നീളം വരും. അപ്പോൾ നമുക്ക് ആ ഒരു ഫുൾ ഇങ്ങനെ അരങ്ങ് കെട്ടിയെടുക്കണമെങ്കിൽ അത്യാവശ്യം ത്രെഡ്സ് നല്ലപോലെ ആവശ്യമുണ്ട്. അതുപോലെ ഇത് പല കളറാണ്. യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ വയലറ്റ്, ഗ്രീൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ നമ്മളോട് ബ്ലൂ ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂ ഉണ്ട്. അതുപോലെ തന്നെ ഇത് മെറൂൺ കളറാണ്. അതുപോലെ തന്നെ ഇത് റെഡാണ്, ചില്ലി റെഡാണ്. പക്ഷെ നമുക്ക് ഇത്രയും കളേഴ്സ് ഒരുമിച്ച് അതിൽ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള 1, 2, 3 കളേഴ്സ് മാത്രം യൂസ് ചെയ്താലും മതി. അങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും പല കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ത്രെഡിൽ നമ്മൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്യരുതെന്ന് പറയും. അതുപോലെ തന്നെ വൈറ്റ് യൂസ് ചെയ്യണമെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ അങ്ങനെ വൈറ്റിൻ്റെ കാര്യമൊന്നും പറയാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ അതിന് നമ്മൾ വൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്.
നെക്സ്റ്റ് വരുന്നത് ഈ ചന്ദ്രക്കലയാണ്. നിങ്ങൾക്ക് അതിൽ കാണാമോ, നമ്മളിങ്ങനെ ചന്ദ്രക്കല ത്രിമൂർത്തിയുടെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ചന്ദ്രക്കല ഒട്ടിച്ച് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റ സംഖ്യയിലാണ് എപ്പോഴും ചന്ദ്രക്കല ഒട്ടിക്കാറ്. അപ്പം തീരെ ചെറിയ നെറ്റിപ്പട്ടമാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഒന്നര അടിയുടെയൊക്കെയാണ് ചിലപ്പോൾ ഒരു 3 എണ്ണമൊക്കെ നമുക്ക് നെറ്റിപ്പട്ടം അതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് 6 ഫീറ്റിൻ്റെ ആയത് ഇത്രയും ഉണ്ട്. നോക്കട്ടെ, 1 2 3 7 ചന്ദ്രക്കലയുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഓരോന്ന് കട്ട് ചെയ്ത് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം സിസർ കൊണ്ട്. ഇതേ 2 എണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാനിതിപ്പോഴാണ് കണ്ടത്. 2 എണ്ണമല്ല, 7 2 9 2 11 എണ്ണം ഉണ്ട് കേട്ടോ. 11 ചന്ദ്രക്കലയുണ്ട്. ഇത് വലിയ ഫീറ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ കിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ സംഖ്യയിൽ ഒട്ടിക്കണമെന്നേ ഉള്ളൂ. എത്ര വരെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നോർമലി 11 വരെയാണ് ചെയ്യാറെന്നാണ് തോന്നുന്നത്. അപ്പോൾ അടുത്തത് ഇതാണ്, ചന്ദ്രക്കലയാണ്. നെക്സ്റ്റ് വരുന്നത് ത്രിമൂർത്തിയാണ്. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇതാണ് ഈ ത്രിമൂർത്തിയുടെ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് 6 ഫീറ്റ് നെറ്റിപ്പട്ടാണ് ഇത്ര വലിയ ത്രിമൂർത്തിയാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ കിറ്റിൽ വന്നിട്ട് ഈ ഫെവി ബോണ്ടാണ്. ഇങ്ങനത്തെ 2 പാക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു വലിയ പാക്കറ്റിന് ഏകദേശം 80 രൂപ 100 രൂപയൊക്കെയാണ് ഇങ്ങനെ വലിയ പാക്കറ്റ് വരുന്നത്. ഇതുപോലെ നമുക്കൊരു 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. 6 ഫീറ്റ് നെറ്റിപ്പട്ടായതുകൊണ്ട്. കാരണം നമ്മൾ ഇതിലാണല്ലോ ചെയ്യുന്നത്. ഞങ്ങളന്ന് 2.5 ഫീറ്റിൻ്റെ കിറ്റ് വാങ്ങിച്ചിട്ട് വീണ്ടും ഈ ഫെവി ബോണ്ട് പശ മേടിക്കേണ്ടി വന്നു. ഇങ്ങനെ ഒറ്റ പശ അവർ തന്നിട്ടുള്ളായിരുന്നു, അത് നമുക്ക് തികഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും മേടിച്ചു. ഇതെനിക്ക് തോന്നുന്നു ഇനി വീണ്ടും മേടിക്കേണ്ടി വരത്തില്ല, കാരണം 6 എണ്ണം ഉണ്ട് ഇങ്ങനത്തെ. പിന്നെ വരുന്ന ഈ ചൂരൽപ്പൊളിയുടെ സെറ്റാണ്. ഇതുണ്ടോ, ഇത് നമ്മൾ പാർവതി, സരസ്വതി, ലക്ഷ്മി, അതുപോലെ തന്നെ മൂലഗണപതിക്കെല്ലാം നമ്മൾ ഈ ത്രിമൂർത്തി വെക്കും. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പം ത്രിമൂർത്തി, അതായത് ഈ ചൂരൽപ്പുളി ഉണ്ടല്ലോ, ചൂരൽപ്പുളി ഓരോന്നോരോന്നായിട്ടാണ്, അതായത് ഇതിങ്ങനെ ഫുൾ റൗണ്ട് ആയിട്ടല്ലാതെ ഓരോന്നോരോന്നായിട്ടാണ് കിട്ടിയത്. നമുക്കത് ഒട്ടിച്ചെടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ചോദിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഫുൾ സെറ്റായിട്ടുള്ള ചൂരൽപ്പൊളി. പക്ഷേ കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നുന്നു നമ്മൾ ഒട്ടിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു 6 ഫീറ്റൊക്കെ വരുമ്പോൾ നമ്മളിത് ഫുൾ ഒട്ടിച്ച് വരാനായിട്ട് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങളിതേ ഇങ്ങനെ കിറ്റായിട്ട്, അതായത് സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ് മേടിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവർക്കും ഉള്ളതുണ്ട് കേട്ടോ. ആ സൈഡിലെ കുമിളകളൊക്കെ കണ്ടോ വലുത്, അതിനുള്ളതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഈ ചൂരൽപ്പൊളി സെറ്റാണ്. നെക്സ്റ്റ് വരുന്നത് ഈ വലിയ ബോൾസ് ആണ്. ഇത് വരുന്നത് പാർവതി, ലക്ഷ്മി, സരസ്വതി, മൂലഗണപതി, അങ്ങനെയാണ് ഈ വലിയ ബോൾസ് വരുന്നത്. അതായത് നമ്മൾ ത്രിമൂർത്തിയുടെ തൊട്ട് മേളിലായിട്ടൊക്കെ വെക്കും. അതുപോലെ തന്നെ സൈഡിൽ വരുന്ന ഇച്ചിരി ചെറുതാണ്, നവഗ്രഹങ്ങളും സപ്തർഷികളും ഒക്കെ. ഇതാണ് അടുത്തത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് പ്രതിദാനം ചെയ്യുന്നതെന്നൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നെറ്റിപ്പട്ടത്തിൻ്റെ ഐതിഹ്യമൊക്കെ. അത് കാണാത്തവരുണ്ടെ കയറി കാണണേ. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ചൂരൽപ്പൊളിയുടെ സെറ്റ്. മുമ്പേ നമ്മൾ കണ്ട വലുതല്ലേ, ഇത് ചെറുതാണ്, ഇച്ചിരൂടെ വലുപ്പമുണ്ട്. ഇത് അതിലും ചെറുതാണ്. ഇത് നമ്മൾ ഈ സൈഡിലൊക്കെ വരുന്നതിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, നവഗ്രഹങ്ങൾക്കും സപ്തർഷികൾക്കും ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബോർഡർ ബീഡ്സ് ആണ്. അതായത് നമ്മൾ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഫസ്റ്റ് സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ബോർഡർ ബീഡ്സ് വെച്ചിട്ടാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ അകം പൊള്ളയാണ്. ബോർഡർ ബീഡ്സിൻ്റെ അകം പൊള്ളയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതാണ് ഈ ബോർഡർ ബീഡ്സ്. പിന്നെ നമുക്ക് വരുന്നത് ഫില്ലിംഗ് ബീഡ്സ് ആണ്. ഇതിലെ ഒരുപാടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 3 എണ്ണം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഫില്ലിംഗ് ബീഡ്സ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ സങ്കല്പത്തിൽ നക്ഷത്രങ്ങൾ ആണ് പ്രതിദാനം ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ അപ്പോൾ ബോർഡർ ബീഡ്സ് ആണെങ്കിൽ അകം പൊള്ളയായിരുന്നു, പക്ഷേ ഫില്ലിംഗ് ബീഡ്സ് ആണെങ്കിൽ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ കുറേ പാക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്, കാരണം 6 ഫീറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഒത്തിരി നമുക്ക് ഒട്ടിക്കാനുണ്ടല്ലോ. അപ്പോൾ അടുത്തത് ഇതാണേ. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഇത് നമ്മുടെ നവഗ്രഹങ്ങൾ, അഷ്ടവസ്തുക്കളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുഞ്ഞ ബോൾസ് തന്നെയാണ് നമ്മൾ ഓരോ ചന്ദ്രക്കലയില്ലേ, ചന്ദ്രക്കലയുടെ നടുക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ കുഞ്ഞു ബീഡ്സ് ആണ്. ഇതിപ്പോൾ 2 എണ്ണം ഉണ്ട് സെറ്റായിട്ടിരിക്കുകയാണ് ഇങ്ങനെ. ഇത് നമ്മൾ ഓരോന്ന് കട്ട് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ചൂരൽപ്പൊളി സെറ്റ് അല്ലാതെ വരുന്നത്, അത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരെണ്ണം ഇങ്ങനെ റിമൂവ് ആയിട്ടിരിക്കും. ഇതുപോലെ നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. ഇതാണ് ചൂരൽപ്പൊളി അല്ലാത്തത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫില്ലിംഗ് ബീഡ്സും കൂടെ മേടിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ചെയ്ത് വരുമ്പോൾ എങ്ങനെയായാലും ഗ്യാപ്പ് ചെറുതായിട്ട് വരും. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, അതായത് വലിയ ഗ്യാപ്പൊക്കെ വന്നാൽ അതൊരു അഭംഗിയാണല്ലോ ലാസ്റ്റ് വരുമ്പോഴത്തേന്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫില്ലിംഗ് ബീഡ്സ് വരുന്നത്. ഇത് നമ്മൾ കത്രിക യൂസ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ചന്ദ്രക്കലയുടെ അകത്ത് ഓരോന്നിൻ്റെ നടുക്ക് ഞാൻ വെക്കുമെന്ന് പറഞ്ഞില്ലേ, അതാണിത് കേട്ടോ. ബോൾസ് ചെറിയ ബോൾസാണ്. മറ്റേന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി വലിപ്പമുള്ള ബോൾസ് അല്ലേ, ഇത് ചെറിയ ബോൾസാണ് കേട്ടോ. കാണുന്ന മുഴുവൻ ബാക്കി ഇങ്ങനെ ഫില്ലിംഗ് ബോൾസും അതുപോലെ തന്നെ
ഞാൻ ഇതൊക്കെ എടുത്ത് കാണിച്ചായിരുന്നല്ലോ, അപ്പോൾ എല്ലാം കൂടെ കാണിക്കണ്ടല്ലോ എന്ന് ഓർത്താൽ കാണിക്കാൻ കേട്ടോ. ഇങ്ങനെ ഫില്ലിംഗ് ബോർഡ്സ് ആണ് ഫുള്ളുള്ളത്. ഫില്ലിംഗ് ബോർഡ്സ് അതുപോലെ സൈഡ് ബോൾസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബാക്കി പശ ഒക്കെയാണ് ഇത് കേട്ടോ. ഇത് വന്നിട്ട് കാളാഞ്ചിയാണ്. കാളാഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലാണ് നൂല് ഹാങ് ചെയ്യുന്നത്. ഏറ്റവും താഴെ വശമുണ്ടല്ലോ നെറ്റിപ്പട്ടത്തിൻ്റെ, അതായത് ഇത് ഇങ്ങനെ നമ്മൾ നൂല് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് കാളാഞ്ചി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് 6 ഫീറ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ കിറ്റിൽ നമുക്ക് ലഭിച്ചത്. അപ്പം ഇതിന് എത്രയായാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് കൊറിയർ ചാർജും കൂടെ കൂടിയിട്ട് ഈ ഒരു 6 ഫീറ്റ് നെറ്റിപ്പട്ടത്തിന് ഏകദേശം ഒരു 5500 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. കൊറിയർ ചാർജ് കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വരെ വരാനായിട്ട് കൊറിയർ ചാർജ് ഒരു ഇച്ചിരി കൂടുതലാണ്. അതുപോലെ തന്നെ ഈ 6 ഫീറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സാധനങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല വെയിറ്റും കൂടെ ഉണ്ട്. വെയിറ്റ് അനുസരിച്ചാണല്ലോ കൊറിയർ. ഇത് പ്രൊഫഷണൽ കൊറിയർ ആയിരുന്നു. നമ്മളിത് വാങ്ങിയത് പാലക്കാട് എന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. നിങ്ങൾക്ക് ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഓരോ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റ ബൈ ബൈ, സി യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.